വായിക്കകത്തൊരു മരവിപ്പ, ഒന്നും കഴിക്കാൻ തോന്നില്ല. ഇത്രയും ദിവസം മരുന്നിന്റെയും ഗ്ലൂക്കോസിന്റെയും ബലത്തിൽ മുന്നോട്ട് പോവായിരുന്നില്ലേ? അമ്മയ്ക്ക് നന്നായി വെള്ളവും ആഹാരമൊക്കെ കൊടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമ്മയെ കാണുമ്പോ ഇത്രയും ദിവസം ആഹാരം കഴിക്കാത്തതായിട്ടൊന്നും തോന്നില്ലല്ലേ ഇന്ദ്രേട്ടാ? അമ്മയെ കാണാൻ ഞങ്ങളെയൊന്നും അനുവദിച്ചില്ലെങ്കിലും ഡോക്ടറും സിസ്റ്റർമാരും അമ്മയെ നന്നായിട്ട് പരിചരിച്ചു അല്ലേ? പരിചരിച്ചു കാണും. അല്ലെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കില്ലല്ലോ. എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഓഹ്, ഇതെന്റെ രണ്ടാം ജന്മമായിട്ടാ എനിക്ക് തോന്നുന്നേ. സത്യത്തില് അമ്മയ്ക്കന്ന് എന്താ പറ്റിയത്? നെഞ്ചുവേദന വരുന്നതിന് കുറച്ചു മുമ്പ് അമ്മ ആരോടൊക്കെ ഫോണിൽ സംസാരിച്ചു എന്ന് രവി പറഞ്ഞു. അതും പിറ്റേന്ന് മഞ്ചാരിയുടെ കല്യാണമായിരുന്നില്ലേ? അതുമായി ബന്ധപ്പെട്ട് ഞാൻ ആരോടൊക്കെ സംസാരിച്ചു. ആ സമയത്ത് അമ്മ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഗോകുലുമായിട്ടാ. അവ മഞ്ചാടിയുടെ കല്യാണം മുടക്കാൻ അമ്മയോട് പറഞ്ഞിരുന്നു അല്ലേ? അതെങ്ങനെ നീ അറിഞ്ഞേ? അമ്മ വിളിച്ച നമ്പറിലേക്ക് ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോ ഗോകുല് തന്നെയാ എന്നോട് പറഞ്ഞത്. പക്ഷേ അവസാനം വന്ന നമ്പറിൽ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇപ്പോഴും അത് സ്വിച്ച് ഓഫ് തന്നെയാ. അതാരായിരുന്നു അമ്മേ? അന്ന് ഗോകുൽ വിളിച്ച ശേഷം എന്നെ വേറെ ആരും വിളിച്ചിട്ടില്ല ഇന്ദ്ര. അവൻ തന്നെ ചിലപ്പോ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിച്ചതാവും. അല്ലാതെ വേറെ ആരെങ്കിലും വിളിച്ചതായിട്ട് ഓർമ്മയില്ല. അതുപോട്ടെ, ഈ ഗോകുല് കല്യാണം മുടക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോ അമ്മയുടെ തീരുമാനം എന്തായിരുന്നു? ഞാനെന്ത് മറുപടി അവന് കൊടുത്തതെന്ന് അവൻ തന്നെ നിന്നോട് പറഞ്ഞു കാണുമല്ലോ ഇന്ദ്ര. ഗോകുല് പറഞ്ഞത് മഞ്ചാരിയുടെ കല്യാണം മുടക്കാൻ അമ്മ തയ്യാറായില്ലെന്നാ. എങ്കിലും അത് തന്നെയാ സത്യം. പക്ഷേ കല്യാണം മുടക്കുന്നതിനെ ഞാൻ എതിർത്തിട്ടും അവൻ ജയിച്ചു. ഗോകുലിന് വേണ്ടി മഞ്ചാരിയുടെ കല്യാണം മുടക്കാൻ അമ്മ ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ചതായിട്ടാ ഞങ്ങൾക്ക് തോന്നിയത്. അത് നിനക്ക് നിന്റെ അമ്മയെ വിശ്വാസം ഇല്ലാത്തോണ്ട് തോന്നുന്നതാ. മഞ്ചാടിയുടെ കല്യാണം ഇപ്പം മുടങ്ങിയത് ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് വീണതുകൊണ്ടാണോടി? അല്ലല്ലോ. ഇതൊക്കെ ഒരു യോഗവാ. ഞാൻ മരണം മുന്നിൽ കണ്ട് തിരിച്ചു വന്നതുപോലെ മഞ്ചാടിയുടെ ചെറുക്കനും തിരിച്ചു വരണേന്നാ എന്റെ പ്രാർത്ഥന.